നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ കണ്ണപുരം കീഴറയിലെ വാടക വീട്ടിൽ നടന്ന ഉഗ്ര സ്ഫോടനത്തിൽ അടിമുടി ദുരൂഹതകളാണ് ഉയരുന്നത്. ഇന്ന് പുലർച്ചെയാണ് അവിടെ ഉഗ്രസ്ഫോടനമുണ്ടായത്. ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പല രീതിയിലുള്ള ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് ഉയരുന്നത്. വീടിനകത്തു നിന്നും പൊട്ടിയത് ഉഗ്രസ്ഫോടന ശേഷിയുള്ള നാടൻ ബോംബാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അവശിഷ്ടങ്ങളും പൊട്ടാതെ ബാക്കിയായ ബോംബുകളും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഉഗ്രസ്ഫോടനത്തിൽ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഉഗ്രസ്ഫോടനത്തിന്റെ പ്രകമ്പനത്തിൽ തൊട്ടടുത്ത വീടുകളിലെ ജനൽവാതിലുകൾക്കും ചുമരുകൾക്കും കേടുപാടുകളും പറ്റിയിട്ടുണ്ട്. ഗോവിന്ദൻ കീഴറ എന്ന അധ്യാപകൻ അനൂപ് എന്ന ആൾക്ക് വാടകയ്ക്ക് നൽകിയ വീടാണിത്. മരിച്ചത് ചാലാട് സ്വദേശി മുഹമ്മദ് അഷാമാണ്. പയ്യന്നൂരിൽ ഹാർഡ്വെയർ നടത്തി വരികയാണെന്നാണ് അനൂപ് താമസിക്കും മുമ്പേ പറഞ്ഞിരുന്നത്. രണ്ടുപേരാണ് ഇവിടെ താമസിച്ചിരുന്നത്. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വീട് വാടകയ്ക്കെടുത്ത് അനൂപ് മാലിക്കിനെതിരെയും പോലീസ് കേസെടുത്തു. സ്ഫോടക വസ്തു നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഉത്സവങ്ങൾക്ക് വൻതോതിൽ പടക്കം എത്തിക്കുന്ന ആളാണ് അനൂപ്. മരിച്ചയാൾ ഇയാളുടെ തൊഴിലാളിയാണെന്നാണ് സൂചന. സ്ഫോടനം നടന്ന വീട്ടിൽ നിന്നും മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. 2016 കണ്ണൂർ പൊടിക്കുണ്ടിലെ വീട്ടിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചുണ്ടായ കേസിലെ പ്രതിയാണ് അനൂപ് മാലിക്. സംഭവത്തിൽ കണ്ണൂർ ചാലാട് സ്വദേശി മുഹമ്മദ് അഷാമാണ് മരിച്ചിട്ടുള്ളത്. കണ്ണപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വാടക വീട്ടിൽ കഴിഞ്ഞ 1 വർഷമായി ഇവർ താമസിക്കുന്നുണ്ടെന്നാണ് വിവരം. ഉത്സവത്തിന് ആവശ്യമായ പടക്കങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പറഞ്ഞു. കണ്ണപുരം കീഴറയിലെ ഗോവിന്ദൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് സ്ഫോടനം നടന്നത്. സ്ഫോടനത്തിൽ വീട് പൂർണ്ണമായും തകർന്നു. വീടിനുള്ളിൽ ശരീരാവശിഷ്ടങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലായിരുന്നുവെന്നാണ് വിവരം. വീട്ടിൽ നിന്നും പൊട്ടാത്ത നാടൻ ബോംബുകൾ കണ്ടെത്തി. അപകടം നടന്ന സ്ഥലത്ത് ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുന്നുണ്ട്. പയ്യന്നൂരിൽ സ്പെയർ പാർട്സ് കട നടത്തുന്നവരാണ് വീട്ടിൽ താമസിച്ചിരുന്നതെന്നാണ് വിവരം. ഇവരെക്കുറിച്ച് പ്രദേശവാസികൾക്ക് കൂടുതൽ അറിവില്ല. വീടിനുള്ളിൽ 2 പേരാണ് താമസിച്ചിരുന്നത്. രാത്രി എത്തുന്നവർ പുലർച്ചെ മടങ്ങാറാണ് പതിവ്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ വീടുകളിലും നാശനഷ്ടങ്ങളുണ്ടായി. നിരവധി വീടുകളുടെ വാതിലുകൾ തകരുകയും ചുവരുകളിൽ വിള്ളൽ വീഴുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കണ്ണപുരം സ്ഫോടനത്തിൽ രാഷ്ട്രീയ ആരോപണവുമായി CPM രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതി അനൂപ് മാലിക്കിന് കോൺഗ്രസുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ആരോപിക്കുന്നത്. ഇയാൾക്കെതിരെ കേസെടുത്ത് രാഷ്ട്രീയം പരിശോധിക്കണം. ഉത്സവങ്ങളും ആഘോഷങ്ങളും അടുത്തൊന്നുമില്ല. ഇത്രയും മാരകമായ സ്ഫോടക വസ്തു എന്തിനാണ് നിർമ്മിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ പരിശോധിക്കണമെന്നും രാഗേഷ് ആവശ്യപ്പെട്ടു. ഇവർക്ക് അയൽവാസികളുമായി ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രികാലങ്ങളിൽ അപരിചിതരായ ചിലർ ഇവിടെ വന്നു പോകുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അയൽവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വീടിനകത്തുണ്ടായ സ്ഫോടനത്തിൽ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലാണ്. 2 പേർ മരിച്ചിട്ടുണ്ടാകാമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അനൂപിനെ പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇയാൾ മുൻപും സ്ഫോടന കേസിൽ പ്രതിയാണ്. ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നെത്തിയ ബോംബ് സ്ക്വാഡ് പൊട്ടാതെ കിടക്കുന്ന നാടൻ ബോംബുകളും നിർവീര്യമാക്കി. ഫോറൻസിക് വിഭാഗവും പരിശോധന തുടങ്ങി. വിവരമറിഞ്ഞ് നിരവധി ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ ഇൻക്വസ്റ്റ് നടത്തി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും. കല്യാശ്ശേരി പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ അപകടം നടന്ന സ്ഥലത്തെത്തി. ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സ്ഫോടനമുണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. പൊട്ടിത്തെറിയുടെ വലിയ ശബ്ദം കേട്ട് നാട്ടുകാർ എത്തുമ്പോൾ വീട് തകർന്ന നിലയിലായിരുന്നു. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഭവ സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തിയത്. കണ്ണൂർ, തളിപ്പറമ്പ് എന്നിവിടങ്ങളിലെ ഫയർഫോഴ്സും ഡോഗ് സ്ക്വാഡും വീട്ടിലും പരിസരത്തും പരിശോധനകൾ നടത്തി വരികയാണ്. അനൂപ് എന്ന ആൾക്കാണ് ഗോവിന്ദൻ കീഴറ വീട് വാടകയ്ക്ക് നൽകിയത്. വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. വീട്ടിൽ ബോംബ് നിർമ്മാണം നടക്കുന്നതായി ഇതുവരെ സംശയം തോന്നിയിട്ടില്ലെന്നും പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഏതാനും വീടുകളുടെ ജനൽ ചില്ലുകൾ തകർന്നു. ഭിത്തിയിൽ വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട്. ബോംബ് സ്ഫോടനമാണ് ഉണ്ടായതെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. പൊട്ടാത്ത സ്ഫോടക വസ്തുക്കളും പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2 പേരാണ് ഈ വീട്ടിൽ വന്നുപോയിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. രാത്രിയാണ് ഇവർ എത്താറുള്ളത്. പുലർച്ചയോടെ മടങ്ങാറാണ് പതിവ്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വന്നു നോക്കുമ്പോൾ വീട് തകർന്നതാണ് കാണുന്നതെന്നും അകത്ത് കയറി നോക്കിയപ്പോൾ ഒരു മൃതദേഹം കണ്ടുവെന്നും നാട്ടുകാരിൽ ഒരാൾ പ്രതികരിച്ചു. മൃതദേഹത്തിന്റെ കാൽ മാത്രമാണ് പുറത്ത് കാണുന്നതെന്നും ശരീരം മുഴുവൻ വീടിന്റെ അവശിഷ്ടങ്ങളാൽ മൂടിയിരിക്കുകയാണെന്നും ഇയാൾ വ്യക്തമാക്കി. വീടിന് സമീപത്ത് ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ നിലയിൽ കാണപ്പെട്ടുവെന്നും നാട്ടുകാർ പറഞ്ഞു. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. ഇതിനു വേണ്ടിയുള്ള ബോംബ് നിർമ്മാണമാണോ നടന്നതെന്ന സംശയം സജീവമാണ്. CPM പാർട്ടി ഗ്രാമത്തിലാണ്
പൊട്ടിത്തെറി. അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായ അന്വേഷണം നടത്താനാണ് കണ്ണൂർ പോലീസിന് മുകളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം. ഉത്സവ സീസൺ അല്ലാത്ത സമയത്ത് സ്ഫോടക വസ്തു ഉണ്ടാക്കിയത് സംശയാസ്പദമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. CPM നിയന്ത്രണത്തിലുള്ള മേഖലയാണ് കീഴറ. ഇവിടെ അനൂപ് മാലിക് എത്തി ബോംബ് നിർമ്മാണം നടത്തിയെന്ന ആക്ഷേപമാണ് രാകേഷ് ഉയർത്തുന്നത്. വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിനെതിരെ സ്ഫോടക വസ്തു നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 2016 പൊടിക്കുണ്ട് വീട്ടിലുണ്ടായ സ്ഫോടനത്തിലും ഒരാൾ മരിച്ചിരുന്നു. 17 വീടുകൾ തകരുകയും 4 കോടിയോളം രൂപയുടെ നാശനഷ്ടവും ഉണ്ടായി. കേസിന്റെ വിചാരണ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കോൺഗ്രസ് അനുഭാവിയാണ് അനൂപ് മാലിക് എന്ന പ്രചാരണം CPM സജീവമാക്കിയിട്ടുണ്ട്. 2016 അനൂപ് മാലിക്കിനെ CPM തള്ളിപ്പറഞ്ഞിരുന്നു. 2016 പൊടിക്കുണ്ട് സ്ഫോടന കേസ് ഉൾപ്പെടെ പല കേസുകളിലും പ്രതിയായ ആളാണ് അനൂപ്. മുൻപത്തെ കേസുകളിൽ നിസ്സാര വകുപ്പുകൾ ചേർത്ത് പോലീസ് ഇയാളെ രക്ഷിക്കുകയായിരുന്നു എന്നാണ് ആക്ഷേപം. 2016 മാർച്ച് 23 പൊടിക്കുണ്ടിലെ ഒരു വീട്ടിൽ സൂക്ഷിച്ച പടക്ക സാമഗ്രികൾ പൊട്ടിത്തെറിച്ച് 15ഓളം വീടുകൾ പൂർണ്ണമായും 30ഓളം വീടുകൾ ഭാഗികമായും തകർന്നത്. അലവിൽ സ്വദേശിയായ അനൂപാണ് രാജേന്ദ്രൻ നഗർ കോളനിയിലെ വീട് അന്ന് വാടകയ്ക്ക് എടുത്തിരുന്നത്. രാത്രി 11 ശേഷം സ്ഫോടനം നടക്കുമ്പോൾ ഭൂരിഭാഗം പേരും സമീപത്തെ തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അന്ന് സ്ഫോടനത്തിന്റെ പ്രകമ്പനം 5 കിലോമീറ്റർ ദൂരെ വരെ എത്തി. തകർന്ന വീടിന്റെ ചെങ്കൽ ചീളുകൾ 100 മീറ്ററോളം ദൂരത്തിൽ തെറിച്ചും വീണു. പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഈ കേസിൽ അനൂപിനെ പോലീസ് രക്ഷിച്ചെടുത്തുവെന്നും സൂചനയുണ്ട്. അന്ന് സ്ഫോടനത്തിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറും പൂർണ്ണമായി തകർന്നു. 10 പേർക്കാണ് പരിക്കേറ്റത്. ഇരുനില വീടിന്റെ മുകളിലെ നിലയിൽ സൂക്ഷിച്ച പടക്ക സാമഗ്രികളാണ് അന്ന് പൊട്ടിയത്. വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടി നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഉഗ്രസ്ഫോടക ശേഷിയുള്ള സ്ഫോടക ശേഖരം അനധികൃതമായി സൂക്ഷിച്ചിട്ടും പ്രതിക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടിയില്ല. അന്ന് സംഭവത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞാണ് ജില്ലാ ഭരണകൂടം തകർന്ന വീടുകൾക്കുള്ള നഷ്ടപരിഹാരം പോലും വിതരണം ചെയ്തത്. ഇയാളെ സ്വാധീനിച്ച ചില രാഷ്ട്രീയ പാർട്ടികളും ബോംബ് നിർമ്മാണം നടത്താറുണ്ട്. അത്തരത്തിലെ ബോംബ് നിർമ്മാണ കേന്ദ്രമാണ് കീഴറയിൽ പൊട്ടി തകർന്നതെന്നും സൂചനകളുണ്ട്. ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് കീഴറയിലെ വീട്ടിൽ ഉഗ്രസ്ഫോടനം നടന്നത്. സ്ഫോടനത്തിൽ വീടിന്റെ ഒരു ഭാഗം തകർന്നു. ചിന്നിച്ചിതറിയ നിലയിൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി. ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം എന്നതായിരുന്നു ആദ്യം പുറത്തു വന്ന സൂചന. എന്നാൽ പടക്ക നിർമ്മാണ വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതാകാമെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. രാഷ്ട്രീയ ആക്ഷേപങ്ങൾ ഒഴിവാക്കാനാണ് ഇത്. സംഭവത്തിൽ പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കണ്ണപുരം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുത്തു.